നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര വലിയ പ്രകൃതി ദുരന്തം വന്നാലും, ഇനി വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, രോഗങ്ങൾ പടർന്നു പിടിച്ചാലും എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി പ്രവർത്തിക്കും. ആരെയും കൈവിടില്ല. അതിൻ്റെ ഇടയ്ക്ക് അവരെയൊക്കെ തളർത്തുന്ന രീതിയിലുള്ള ഈ ഒരു സർക്കാരിൻ്റെ നടപടികൾ, മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾക്കെതിരെ ഫൈൻ അടിക്കുന്നു, അവരെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി. ഈ വെള്ളത്തിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. സർക്കാർ വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പലയിടങ്ങളിലും ഈ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ ചെന്നെത്താറുണ്ട്. അവരുടെ പോക്കറ്റിലിരിക്കുന്ന പൈസയ്ക്കാണ് അവർ സാധനം വാങ്ങിച്ച് കാടും മേടും കല്ലും പുല്ലും മണ്ണും ഒക്കെ കടന്നവരെ ചെന്നിട്ട് എത്രയോ പേരെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയും ഒന്നുമല്ല ഈ പ്രളയങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വരാൻ തുടങ്ങിയത്. അതിനെയൊന്നും പറ്റി സർക്കാർ പഠിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മഴ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രം അതിനെതിരെ കുറച്ച് വാർത്തകളും ന്യൂസുകളും പിന്നെ ഡാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്കിൽ നാളെ മുതൽ കടലിൽ ഓടുന്ന ബോട്ടുകൾ കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നുമൊക്കെ പത്തനംതിട്ടയിലേക്കും മറ്റ് ജില്ലകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റോഡിലൂടെ ബോട്ടുകൾ ഓടിക്കാൻ പാടില്ല, ഇത് കടലിൽ ഓടുന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെയും ഫൈൻ അടിക്കുക. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണം. ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നില്ലേ, എങ്കിൽ സർക്കാർ ഇറക്ക്, സർക്കാരിൻ്റെതായിട്ടുള്ള വാഹനങ്ങൾ ഇറക്ക്. നല്ല ഓഫ് റോഡ് റൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഇറങ്ങി സർവീസ് ചെയ്യാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ ടീമുകളെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വാഹനങ്ങൾ ഇറക്ക്. പറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിന്നെ അതിനെതിരെ വേറെ പ്രശ്നങ്ങൾ. ആംബുലൻസിന് വരെ ഫൈൻ അടിക്കുന്നുണ്ട്. മാറേണ്ട ടൈമായി. ഇനി ഈ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ നടപടി കൊടുക്കണം. വാഹനങ്ങൾ പിടിച്ചെടുക്കാം, അവരുടെ ലൈസൻസ് റദ്ദാക്കാം. ഇനിയിപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതാണെങ്കിൽ തന്നെയും ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതില്ല. വിൽക്കാം, പക്ഷേ അത് വാങ്ങിക്കാൻ പാടില്ല. അതൊക്കെ തിരുത്തേണ്ട സമയമായി. ഒരു പ്രകൃതി ദുരന്തത്തിലും ആരുടെയും മനസ്സ് മടിച്ച് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ. എല്ലാവരും രംഗത്ത് തന്നെ ഉണ്ട്. പക്ഷേ അവരെ അകമഴിഞ്ഞ് സ്വീകരിക്കാൻ പഠിച്ചാൽ മാത്രം മതി.